വയനാട്ടിൽ മഴയ്ക്ക് കുറവുണ്ടോ? അവിടെ വിവിധ ഉന്നതികളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ മാത്രം എത്ര ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ഉള്ളത്? ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ടോ? മധു, മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 6 മണിക്ക് ശേഷം മഴ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പെയ്തതിനേക്കാൾ ശമനമുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. വയനാട് ജില്ലയിൽ ഇതുവരെ ഇപ്പോൾ 86 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 86 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 161 ആളുകൾ 161 കുടുംബത്തിലുള്ള ആളുകൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മാനന്തവാടി, വൈത്തിരി താലൂക്കുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് മഴക്കെടുതികൾ രൂക്ഷമായിട്ടുള്ളത്. ഈ വൈത്തിരി താലൂക്കിലും അതോടൊപ്പം മാനന്തവാടി താലൂക്കിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. വലിയ വെള്ളക്കെട്ടുകളുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. മുൻപൊക്കെ വയനാട്ടിൽ മഴ ലഭിച്ചതിനേക്കാൾ 66% മഴ കുറവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. എന്നാൽ ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ മഴ വയനാട്ടിൽ പലയിടങ്ങളിലുമുണ്ട്. ആ മഴയിൽ തന്നെ വൈത്തിരിയിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചിട്ടുള്ളത്. 208 മില്ലിമീറ്റർ മഴയാണ് വൈത്തിരി വട്ടപ്പാറയിൽ മാത്രം ലഭിച്ചിട്ടുള്ളത്. വയനാട്ടിൽ ഏറ്റവും അധികം മഴ ലഭിച്ച സ്ഥലമാണ്. അതിതീവ്ര മഴയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാധാരണഗതിയിൽ 24 മണിക്കൂറിൽ 205 mm മുകളിലേക്ക് പോയാലാണ് അതിതീവ്ര മഴയായി രേഖപ്പെടുത്തുക. പക്ഷേ 10 മണിക്കൂറിലൊക്കെയാണ് 10 മണിക്കൂറിനകത്തൊക്കെ ഇത്തരത്തിൽ 208 അല്ലെങ്കിൽ 200 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴയുടെ പെയ്ത്തുണ്ടാകുമ്പോൾ അത് അതിതീവ്ര മഴയാണ്. അതാണ് വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലുണ്ടായി ഇത്തരത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴത്തുള്ളികൾ പെയ്യുന്നതിനെ കൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരന്തം പോലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൈത്തിരി മേഖല, ഒപ്പം തവിഞ്ഞാൽ, തലപ്പുഴ, തൊണ്ടർനാട് മേഖലകളിലൊക്കെ തന്നെ മഴ കൂടുതലുണ്ട്. 50 ഇടങ്ങളിൽ മഴയുടെ കണക്ക് വയനാട്ടിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ 25 ഇടങ്ങളിലും 100 മില്ലിമീറ്ററിന് മുകളിൽ മഴയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതേസമയം ഇന്നിപ്പോൾ മഴ അല്പം വൈകിട്ട് മാറി നിൽക്കുന്നത് ശമനം ഉണ്ട്. അതേസമയം മറ്റ് ഡാമുകൾ, വയനാട്ടിൽ 2 ഡാമുകളാണുള്ളത്. ബാണാസുര, കാരാപ്പുഴ ഡാമുകളാണ്. ഈ 2 ഡാമുകളുടെയും വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയുണ്ടെങ്കിൽ പോലും ഡാമുകളിലെ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട രീതിയിലേക്ക് ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. മധു. ശരി, ദീപക് മോഹനാണ്.